എല്ലാവർക്കും നമസ്കാരം. പുതിനയും അതുപോലെ തന്നെ പനിക്കൂർക്കയും എങ്ങനെ വീടിനുള്ളിൽ വളർത്താം എന്നുള്ള ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കിത് മാത്രമല്ല കേട്ടോ, ബ്രഹ്മി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് വീട്ടിൽ വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുതിന വീടിനകത്തും പുറത്തും എങ്ങനെ ഈസി ആയിട്ട് വളർത്താൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വീടിനുള്ളിൽ വളർത്തുന്ന പുതിനയില ഒന്ന് കാണാം. ഞാൻ 3 ചട്ടികളിലാക്കിയിട്ടാണ് ഈ പുതിനയില ഇവിടെ വളർത്തുന്നത്. അത് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചട്ടിയൊന്നുമല്ല, പഴയ ചട്ടി പൊട്ടിയതൊക്കെയാണ് ഞാനിതിനായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഞാനിതൊരു കവറിങ് ചെയ്തിട്ടുണ്ട്. അതായത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് പുറത്ത് പോവാതിരിക്കും. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ അഴുക്കൊന്നും ആവില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ പുതിന നമ്മൾ നടണ സമയത്ത് അത് പിടിച്ച് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പുതിന നട്ടിട്ട് ആയതാണ്. പിന്നെ അതിൽ നിന്ന് നുള്ളി വെച്ചിട്ടുള്ളതാണ് ബാക്കി എല്ലാതും. ആദ്യം ഞാൻ പുറത്താണ് വെച്ചിരുന്നത്. നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് പുറത്ത് നടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അപ്പോൾ നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. പക്ഷേ വർഷകാലത്താവുമ്പോഴേക്കും അതൊക്കെ ചീഞ്ഞളിഞ്ഞു പോവാനും പിന്നെ മഴ പെയ്തിട്ട് ആകെ കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വർഷകാലം ആകുമ്പോൾ ഞാൻ ഉള്ളിലാണ് എപ്പോഴും വെക്കുക, വേനൽക്കാലത്ത് എപ്പോഴും പുറത്താണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടന രീതി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിന് പ്രത്യേക ഒരു പരിചരണം ഒന്നും വേണ്ട. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പൊടിച്ച് കറക്റ്റായാൽ പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നീട് അതുമൊന്ന് നിറയെ പൊട്ടി മുളച്ച് ധാരാളം ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെയാവും. അത്രയധികം നമുക്കത് പടർന്ന് പന്തലിച്ച് നിറയെ ഇതായി നിൽക്കും. ഇപ്പം ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ആകെ അത് വീണ് കിടക്കുകയാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പുറത്ത് കാണിക്കണില്ല, പുറത്ത് എനിക്ക് കാണിക്കാനുള്ള അസൗകര്യം മൂലം ഞാൻ ഉള്ളിൽ തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇത് പുറത്ത് കുഴിച്ചിടുന്നവർക്കും ഉള്ളിൽ കുഴിച്ചിടുന്നവർക്കും ഈ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിൽ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രം എടുക്കായാലും അതിന് പൊത്ത് വേണം, എങ്കിൽ മാത്രമാണ് അത് വെള്ളം പോവുള്ളൂ. ഞാനിതിന് പൊത്തിട്ടതിന് ശേഷമാണ് ഇതിലേക്ക് മണ്ണൊക്കെ നിറച്ചിരിക്കുന്നത്. ഇനി ഞാനിതൊരു കവറിലേക്ക് ഇറക്കി വെക്കുകയാണ്. കവറിലേക്ക് ഇറക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളമൊന്നും അകത്ത് പോവാതെ കവറിൽ പോവും, അതിനായിട്ടാണ്. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പുതിന നടാനായിട്ട് ആരംഭിക്കാം. അതിന് നല്ല മൂത്ത തണ്ടാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിത് പുറത്ത് വെച്ചിട്ടുള്ള പുതിന ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കതിൽ വേര് കാണാനായിട്ട് സാധിക്കും. പക്ഷേ കടയിൽ നിന്ന് വാങ്ങണതിന് വേരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേരുള്ളതും എങ്ങനെ നടാമെന്നും വേരില്ലാത്ത എങ്ങനെ നടാമെന്നുള്ള 2 തരത്തിലാണ് നമ്മളിന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നല്ല മൂത്ത തണ്ടാണ് എടുക്കേണ്ടതെന്ന്. ഇതുപോലെ ഇളം തണ്ടല്ല നമ്മൾ കുഴിച്ചിടാനായിട്ട് എടുക്കേണ്ടത്. പക്ഷേ ചില സമയത്തുണ്ടല്ലോ, നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇതെന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇളം തണ്ട് ഉണ്ടാവും, പക്ഷേ അതിന് വേരുകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് നമുക്ക് കുഴിച്ചിടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതായത് ഇപ്പോൾ ഇളം തണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ അടിയിൽ വേരുകൾ ഉണ്ടാവാം. അപ്പോൾ അത് വേരോടക്കനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കുഴിച്ചിടുകയാണെങ്കിൽ അത് ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കുഴിച്ചിടണമെന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വേരുള്ള തണ്ടാണ് കുഴിച്ചിടുന്നത്. അതായത് നമ്മൾ സാധാരണ ചെടികളൊക്കെ നടുമല്ലോ, അതേ രീതി തന്നെയാണ് ഇതിനും വേണ്ടത്. ആ മണ്ണെടുത്ത് അതിൽ ചെറിയൊരു കുഴിച്ച് അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേരുള്ള ചെടിയാണ് ഇങ്ങനെ കുഴിച്ചിടേണ്ടത്. വേരില്ലാത്ത തണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ വേറെ രീതിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതായത് നമ്മൾ ഇതുപോലെ തന്നെ മണ്ണെടുക്കുക. മണ്ണെടുത്തതിന് ശേഷം നമ്മൾ നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് എടുക്കുക. തണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ സ്ഥലത്തായിട്ട് അതിൻ്റെ ഇലകൾ നിൽക്കുന്നത്. മാത്രമല്ല ഇലകളുടെ അടിയിലായിട്ട് ചെറിയൊരു പൊടിപ്പുണ്ടാവും. അപ്പം നമ്മൾ ആ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ആ പൊടിപ്പ് അവിടെ നിർത്തുക. അങ്ങനെ നമ്മൾ ഏറ്റവും തുമ്പെത്തുമ്പോൾ ആ കുറച്ച് ഇലകൾ അവിടെ വേണം, ബാക്കിയുള്ളതൊക്കെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഇലകളും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ആ ചെറിയ പൊടിപ്പ് മാത്രം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മണ്ണിൽ നമ്മൾ സ്വല്പം ഗ്യാപ്പ് ഉണ്ടാക്കണം. അതിനുശേഷം ഇത് മണ്ണിൽ ഇങ്ങനെ പരത്തി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച സ്ഥലം ഉണ്ടല്ലോ, പൊടിച്ച സ്ഥലം പുറത്തേക്ക് കാണണം. പക്ഷെ അതിൻ്റെ നടുവിലുള്ള തണ്ടിൽ നമ്മൾ മണ്ണിട്ട് മൂടണം. ആ പൊടിച്ച സ്ഥലം മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിലും, പിന്നെ ഏറ്റവും തുമ്പുവശം ഉണ്ടല്ലോ അതും പുറത്തേക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ ചെയ്യണ രീതി. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഒരു കവറിൽ അല്ലെങ്കിൽ ചട്ടിയിൽ ഒരു പാത്രത്തിൽ 3-4 തണ്ടുകൾ കുഴിച്ചിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ തണ്ടിന് നീളം കൂടുതലാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാം.
അപ്പോൾ നമ്മൾ 3-4 എണ്ണം കുഴിച്ചിട്ടെങ്കിൽ മാത്രമാണ് ഒരെണ്ണമെങ്കിലും പൊടിക്കുള്ളൂ. പക്ഷേ 3 എണ്ണം പൊടിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല, ഒരെണ്ണമെങ്കിലും അങ്ങനെ ചെയ്താൽ പൊടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒരെണ്ണം പൊടിച്ച് കിട്ടിയാൽ മതി, അതിൽ നിന്ന് നമുക്ക് ധാരാളം പുതിന വീണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും പുതിന ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇത് ഈ ഒരു മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം അതും ഇവിടെ നട്ട് കഴിഞ്ഞു. ഈ നട്ട് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം. ഒത്തിരി വെള്ളം പാടില്ല. ആദ്യം തന്നെ നിറയെ വെള്ളത്തിൽ ഇത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസവും അത് ആ വെള്ളത്തിന് ഈർപ്പുണ്ടെങ്കിൽ തെളിച്ച് കൊടുക്കണ്ട, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തെളിച്ച് കൊടുത്ത് അത് പൊടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം പുതിന ചെടികൾ ഉണ്ടാവുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് സുനിൽ യു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പനിക്കൂർക്ക വെച്ചിട്ട് ഉണങ്ങിപ്പോയി എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണങ്ങാതെ ഫ്ലാറ്റിനടുത്ത് പനിക്കൂർക്ക വളർത്താം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ചെറിയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഹോളിടണം. നമ്മൾ ഏത് പാത്രം എടുക്കായാലും അതിൽ ഹോളിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് മണ്ണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഉള്ളിൽ വെക്കണതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള 2 പാത്രങ്ങൾ എടുത്തിരിക്കുന്നത്. നമുക്കിത് ഏതെങ്കിലും ഒരു കവറിലേക്കോ വേറൊരു പാത്രത്തിലേക്കോ ഇറക്കി വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിലെ മണ്ണിൽ ചെറിയൊരു കുഴി കുഴിക്കണം. ഇനി നമുക്ക് പനിക്കൂർക്കയുടെ തണ്ടെടുക്കാം. ഞാൻ വലിയൊരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തണ്ടിൽ ഏറ്റവും അടിവശത്തായിട്ട് ഇല കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇല പൊട്ടിച്ച് മാറ്റണം. ഇലയോടൊക്കെ നമ്മൾ ഒരിക്കലും വെക്കാൻ ശ്രമിക്കരുത്. എന്നിട്ട് ആ തണ്ടുണ്ടല്ലോ, തണ്ട് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണിടുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെയിൽ കൊള്ളണം. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊള്ളാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത് കരിഞ്ഞു പോയത്. ഞാൻ ഇത് വെച്ചിട്ട് ഇത് പരീക്ഷിച്ച് നോക്കി. ഒരെണ്ണം മേശയുടെ അടിയിലും വെച്ചു, ഒരെണ്ണം ജനലിൻ്റെ അടുത്തും വെച്ചു. എന്നിട്ട് ജനലിൻ്റെ അടുത്ത് വെച്ചത് പൊടിച്ച് കറക്റ്റായി. പക്ഷേ മേശയുടെ അടിയിൽ വെച്ചതാണ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഡബ്ബകളോ എടുത്തതിന് ശേഷം തൈകൾ പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കപ്പോൾ ഇത് ജനലിൻ്റെ അവിടെ വെക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ഇതൊരു ഏതെങ്കിലും ഒരു കവറിലോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോ ഇറക്കി വെച്ചതിന് ശേഷം മാത്രമാണ് കൊണ്ടുവയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളം നമ്മുടെ വീടിനകത്ത് പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കിനി ഇത് സംശയം തീർക്കാനായിട്ട് ജസ്റ്റ് ഞാനൊന്ന് പിഴുത് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, സൂര്യപ്രകാശത്തിൻ്റെ അവിടെ വെച്ചത് വേരൊക്കെ വന്നു, മറ്റേത് വേരൊന്നും വരാണ്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് ഈ എല്ലാ ചെടികളും നമുക്ക് വീട്ടിനുള്ളിൽ വളർത്താനായിട്ട് സാധിക്കും. ബ്രഹ്മി ആയാലും പച്ചമുളകായാലും എന്തും നമുക്ക് വളർത്താം. പക്ഷേ സ്വല്പം സൂര്യപ്രകാശം നമുക്ക് കിട്ടണം. നമ്മൾ ഇതിനു മുമ്പ് കറ്റാർവാഴ എങ്ങനെ വീട്ടിനുള്ളിൽ വളർത്താം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒത്തിരി പേർക്ക് ഉപകാരമായി എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ദയവായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനിയും നിങ്ങൾക്കിതുപോലെ യൂസ്ഫുള്ളായ ഒത്തിരി വീഡിയോസായിട്ടാണ് ഞാൻ വരിക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ദയവായി അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.